റെക്സിൻ ബ്ലൂംസ് ഫ്ലോറ ഫാംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രോ ബാഗിനകത്ത് മണ്ണ് ഇടാനുള്ള മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ മണ്ണ് കുമ്മായം ഇട്ട് 10 മുതൽ 10 ദിവസം വരെ വെച്ചേക്കണം. അത് കഴിഞ്ഞ് വളങ്ങളെല്ലാം ചേർത്ത് ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് തൈ നടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് നമുക്കതിൽ നടാനുള്ള തൈ കിളിപ്പിച്ചെടുക്കാം. അതെങ്ങനെയാണ് കിളിപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോട്രേക്കകത്ത് സീഡ് പാകിയിട്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. സീഡ് പാകുന്നത് ഇത് ചകിരിച്ചോറാണ്, ട്രീറ്റഡ് ചകിരിച്ചോറാണിത്. ഇത് വളക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതിനകത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കിയ ചകിരിച്ചോറാണിത്. ഞാൻ ഇതിനകത്ത് പെർലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകൾ നല്ല ശക്തമായ വേരുകൾ കിളിക്കാനും ചെടിക്ക് നല്ല കരുത്തോടെ, വേര് ശക്തമായ ചെടിക്ക് നല്ല കരുത്ത് കിട്ടുമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് പെർലൈറ്റ്. ഇല്ലെങ്കിലും സാരമില്ല, ചെറിയ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ പെർലൈറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ ചെടിക്കൊന്നുകൂടൊരു കരുത്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൈ വെച്ച് തന്നെ അങ്ങ് നിരത്ത്. ഉണ്ടോ? ഇങ്ങനെ നിരത്തി നമ്മൾ നിരത്തി വെച്ച് ഒരേ ലെവലായല്ലോ. ഒരേ ലെവലാക്കി കഴിഞ്ഞിട്ട് വിത്തിടാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേറൊരു പോട്ട് ഒന്നി കൈ വെച്ച് ഇങ്ങനെ ചെയ്യാം. അത് ഇത്രയും മെനക്കെടുണ്ടല്ലോ. ഇതാകുമ്പോൾ ഒരു സെയിം ഒരു പോട്ട് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വിത്തിടാനുള്ള സ്പേസായി. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് വിത്തിടാം. ഞാൻ തക്കാളിയുടെ സീഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് കൈവച്ചിടാൻ പോയാൽ ചിലപ്പം ഒത്തിരി വിത്ത് ഒരു ചവിട്ടി വീഴും, ഒരു കുഴിക്കകത്ത് വീഴും. അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ കൂടുതൽ വീണാലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി കിളിക്കാൻ പോയി കഴിഞ്ഞാൽ കരുത്ത് കുറയുമല്ലോ, ചെടികളുടെ കരുത്ത് കുറയും. 2-3 ഒക്കെ ആയാൽ കുഴപ്പമില്ല. അപ്പം വിത്തിട്ടിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് അത് മുകൾവശം ഫില്ല് ചെയ്യണം. ബാലൻസ് വരുന്ന തൂത്തങ്ങ് നിരപ്പാക്കും. കണ്ടോ, ഇങ്ങനെ ഉറപ്പിച്ചു. ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ വെച്ചൊന്ന് പ്രസ് ചെയ്തേക്കാം, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഉറപ്പിച്ചു. ഇനി ഇപ്പം ചകിരിച്ചോറിൻ്റെ ഒരു ഈർപ്പം ഉള്ളതുകൊണ്ട് ഇന്ന് ഇതിന് വെള്ളം ഒഴിക്കണ്ട. നമുക്കിതിനെ ഇങ്ങനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്യും.
ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി തങ്ങി നിന്ന് ആ വിത്തിനകത്ത് ഹ്യൂമിഡിറ്റി തങ്ങി നിന്ന് ആ കിളിച്ച് വരുന്ന കിളിപ്പിന് നല്ല കരുത്ത് കിട്ടും. നല്ല കരുത്തോടെ കിളിച്ച് വരും. ഒരു 3 ദിവസം ഇങ്ങനെ മൂടി വെച്ചേക്കണം. 3-ാമത്തെ ദിവസം മുതലെടുത്ത് വെള്ളം സ്പ്രേ ചെയ്ത് സ്പ്രെയർ എന്തെങ്കിലും വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കിളിച്ച് വരുമ്പോൾ അത് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകത്തില്ലേ, ശക്തമായിട്ട് വെള്ളം വീണാൽ. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അത് കിളിപ്പിച്ചെടുക്കാം. നമുക്ക് കിളിപ്പിച്ചെടുത്ത് 10-12 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കിത് പറിച്ച് നടാനുള്ള പരുവമാകും. ബാക്കി ഭാഗം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക.